ഇനി നമുക്ക് നേന്ത്രപ്പഴം കൊണ്ടൊരു പുളിശ്ശേരി, മാമ്പഴ പുളിശ്ശേരി ചെയ്യുന്നത് പോലെ നേന്ത്രപ്പഴം വെച്ചൊരു പുളിശ്ശേരി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നന്നായി പഴുത്ത 2 വലിയ നേന്ത്രപ്പഴമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പഴം ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായി അതിലൊന്നിട്ട് വഴറ്റിയെടുക്കുക. 1/4 കപ്പോളം ശർക്കര കൂടി ചേർത്ത് അതും കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 2 പച്ചമുളക് കീറിയതും കൂടി അതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറഞ്ഞ തീയിൽ തന്നെ വേവിച്ചെടുക്കുക. വെന്ത് വരുമ്പോഴത്തേനും നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് നാളികേരം ചിരവിയതും 1 പച്ചമുളകും 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും ചേർത്ത് 1/4 കപ്പോളം കുറച്ച് പുളിയുള്ള തൈരും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ച് റെഡിയാക്കി വെക്കുക. പിന്നീട് ഈ കഷ്ണങ്ങളെല്ലാം വെന്തതിന് ശേഷം അതിലേക്ക് ഈ അരപ്പും ചേർത്ത് 1/4 കപ്പ് വെള്ളം ജാറ് കഴുകിയത് അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഒന്ന് തിള വന്നതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്ത് വെക്കുക. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 3 വറ്റൽമുളക് പൊട്ടിച്ചത്, കുറച്ച് കറിവേപ്പില അത് കൂടി ഇട്ടതിന് ശേഷം എല്ലാം കൂടെ താളിച്ച് പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് ഉപയോഗിക്കാം.